നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നേക്കുന്നത്. ഒരു ട്രിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ സാധാരണ ഒരു 13 mm ഡ്രില്ലാണ്. നമുക്ക് ഈ ഡ്രില്ല് സാധാരണ ഉപയോഗിക്കാൻ നമുക്കിപ്പോൾ തുളയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ ഡ്രില്ല് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ കട്ട് ചെയ്താലോ, നമുക്ക് ഇരുമ്പോ തടിയോ അങ്ങനെ എന്തെങ്കിലും ഐറ്റം നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രില്ല് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നിങ്ങളെ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കിതൊരു ആംഗിൾ ഗ്രൈൻഡറിൻ്റെ സ്പിൻഡിലാണ്. ഇത് നിങ്ങൾക്ക് ഏത് ഗ്രൈൻഡറിൻ്റെ സ്പിൻഡിൽ വേണമെങ്കിലും നമുക്ക് മേടിക്കാം. പവർ ടൂൾസിൻ്റെ ഒക്കെ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെയർ ആയിട്ട് വാങ്ങാൻ കിട്ടും. പിന്നെ ഒരു AB വാഷറും മേടിക്കണം. ഇത്രയും കാര്യം മതി. ഞാൻ ഇനി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കമ്പി കട്ട് ചെയ്യുന്നൊരു വീൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമേ ഈ സ്പിൻഡിലേക്ക് നമുക്കിത് പിടിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു AB വാഷർ എടുക്കുക. AB വാഷറിൻ്റെ ഡൗൺ പ്ലേറ്റ് താഴെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ബ്ലേഡ് ഇതിലേക്ക് വെക്കുക. കറക്റ്റായിട്ട് തന്നെ വെക്കുക. നമ്മൾ ഈ സ്പിൻഡ് എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലേഡ് കറങ്ങുമ്പോൾ അലൈൻമെൻറ്റ് വ്യത്യാസമോ വെയിറ്റ് ബാലൻസിങ് ഒക്കെ കറക്റ്റായിരിക്കും. അതിനുശേഷം ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഇങ്ങനെ കൈകൊണ്ടും ടൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്പാനർ ഉപയോഗിച്ചും ടൈറ്റ് ചെയ്യാം. 3 mm ഡ്രില്ലാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ചക്കിലേക്ക് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം. ഈ സ്പിൻഡിൽ ചക്കിൻ്റെ കീ ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ നല്ലപോലെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. നമ്മളെപ്പോഴും ഇത് ഉപയോഗിക്കുമ്പോൾ ഫോർവേഡ് ഡയറക്ഷനിൽ വേണം ഉപയോഗിക്കാൻ. റിവേഴ്സിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോൾട്ട് ഊരി പോകുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ഇത് ഫോർവേഡിൽ മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക.